ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലെ ഓഡിയോ വീഡിയോ സിസ്റ്റങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. അതാണ് HDMI പാസ് ത്രൂ. എന്താണ് HDMI പാസ് ത്രൂ? നമ്മൾ ഒരു ഓഡിയോ വീഡിയോ സിസ്റ്റം ഉപയോഗിച്ച് ഒരു സിനിമ കാണാനോ പാട്ട് കേൾക്കാനോ ഗെയിം കളിക്കാനോ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടർ, ബ്ലൂറേ പ്ലെയർ, ഗെയിം കൺസോൾ തുടങ്ങിയ ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദവും ദൃശ്യവും ഒരുമിച്ചാണ് പുറത്തേക്ക് വരുന്നത്. ഈ ശബ്ദത്തെയും ദൃശ്യത്തെയും ഒരു ഉപകരണത്തിൽ നിന്ന് മറ്റൊരു ഉപകരണത്തിലേക്ക് ഒരു തടസ്സവും കൂടാതെ, യാതൊരു സിഗ്നൽ നശീകരണവും വരുത്താതെ, ഉറവിടത്തിൽ നിന്ന് എങ്ങനെയാണോ സിഗ്നൽ ഉണ്ടായത് അതേപോലെ കടത്തിവിടുന്നതിനെയാണ് HDMI പാസ് ത്രൂ എന്ന് പറയുന്നത്. അതായത് HDMI പാസ് ത്രൂ എന്നത് ഒരു ഡിജിറ്റൽ ഡാറ്റ അടങ്ങിയ സിഗ്നലിനെ ടിവിയോ മീഡിയ ബോക്സോ AV റിസീവറോ ഡിജിറ്റൽ ഡാറ്റയെ യാതൊരു തരത്തിലും ഡീകോഡ് ചെയ്യാതെ അതിനെ അതേ രൂപത്തിൽ അടുത്ത ഡിവൈസിലേക്ക് പാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സെറ്റിംഗ്സിൽ പാസ് ത്രൂ മോഡ് ഓണാക്കിയാൽ ടിവിയിലെ ഓഡിയോ ഔട്ട്പുട്ട് ബിറ്റ് സ്ട്രീമായി AV റിസീവറിലേക്ക് അയക്കുന്നു. TV അതിനെ PCM ആയി കൺവേർട്ട് ചെയ്യുകയില്ല. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ഉപകരണത്തിൽ പാസ് ത്രൂ ഓൺ ചെയ്താൽ ആ ഉപകരണം ഡീകോഡിംഗ് എൻ്റെ ഭാഗത്ത് നടക്കില്ല, പുറത്തുള്ള ഡിവൈസ് അതിനെ ഡീകോഡ് ചെയ്യട്ടെ എന്നൊരു തരത്തിലുള്ള സെറ്റിംഗ്സ് ആണ് നമ്മൾ ഓൺ ചെയ്യുന്നത്. സാധാരണയായി ഒരു വലിയ സൗണ്ട് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ റിസീവറിലേക്കാണ് ഈ സിഗ്നൽ ആദ്യം എത്തുന്നതെങ്കിൽ അവിടെ നിന്ന് ശബ്ദത്തെ വേർതിരിച്ചെടുത്ത് സിസ്റ്റത്തിൻ്റെ സ്പീക്കറുകളിലൂടെ പുറത്തുവിട്ട ശേഷം ചിത്രത്തെ, വീഡിയോ സിഗ്നലിനെ TVയിലേക്ക് പാസ് ചെയ്ത് വിടുന്നു. ഇനി TVയിലാണ് ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്തതെങ്കിൽ TVയിലെ പാസ് ത്രൂ ഓൺ ചെയ്താൽ കണക്ട് ചെയ്യപ്പെട്ട ഡിവൈസിലെ വീഡിയോ ഡാറ്റ TV അതേപോലെ പ്രോസസ്സ് ചെയ്യുകയും ഓഡിയോ ഡാറ്റയ്ക്ക് യാതൊരു മാറ്റവും വരുത്താതെ റിസീവറിലേക്ക് അയക്കുകയും ചെയ്യുന്നു. എന്തിനാണ് നമുക്ക് HDMI പാസ് ത്രൂ ആവശ്യമായി വരുന്നത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു സിനിമ കണ്ടിരുന്നത് എന്ന് ഓർത്തു നോക്കുക. TVയിലേക്കൊരു കേബിൾ, ഓഡിയോ സിസ്റ്റത്തിലേക്ക് മറ്റൊരു കേബിൾ, അങ്ങനെ വയറുകളുടെ ഒരു വലിയ കുരുക്കായിരുന്നു. പലപ്പോഴും ശബ്ദത്തിൻ്റെയും ചിത്രത്തിൻ്റെയും നിലവാരം മികച്ചതായിരുന്നില്ല. HDMI പാസ് ത്രൂ വന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമായി മാറി. വയറുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് പാസ് ത്രൂവിൽ ചെയ്യുന്നത്. നമ്മുടെ ബ്ലൂറേ പ്ലെയറിൽ നിന്ന് നേരിട്ട് TVയിലേക്കും ഓഡിയോ സിസ്റ്റത്തിലേക്കും വെവ്വേറെ കേബിളുകൾ വലിക്കുന്നതിന് പകരം ഒരു HDMI കേബിൾ തന്നെ ഉപയോഗിച്ച് ഹോം തിയേറ്റർ റിസീവറിലേക്ക് കണക്ട് ചെയ്യാം. അവിടെ നിന്ന് മറ്റൊരു HDMI കേബിൾ ഉപയോഗിച്ച് TVയിലേക്കും കണക്ട് ചെയ്യാം. ഇത് നമ്മുടെ ഓഡിയോ വീഡിയോ സിസ്റ്റങ്ങൾ സജ്ജീകരിക്കുന്ന ഭാഗം കൂടുതൽ വൃത്തിയുള്ളതും മനോഹരവുമാക്കി മാറ്റുന്നു. വയറുകൾ കുറയുന്നത് എത്രത്തോളം സൗകര്യമാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. HDMI എന്നത് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. ഇതിനെക്കുറിച്ച് വിശദമായി മറ്റു വീഡിയോകളിൽ ഒരുപാട് തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. മികച്ച നിലവാരമുള്ള ഓഡിയോയും വീഡിയോയും ഒരേ സമയം കൈമാറാൻ കഴിവുള്ളതാണ് HDMI. 4K, 8K റെസൊല്യൂഷനിലുള്ള വീഡിയോകൾ, ഡോൾബി അറ്റ്മോസ്, DTS-X പോലുള്ള ഏറ്റവും പുതിയതും മികച്ചതുമായ സറൗണ്ട് സൗണ്ട് ഫോർമാറ്റുകൾ എന്നിവയെല്ലാം ഒരു കുറവും കൂടാതെ അതിൻ്റെ പൂർണ്ണമായ നിലവാരത്തിൽ HDMI പാസ് ത്രൂ വഴി കൈമാറാൻ സാധിക്കും. സിനിമാ തിയേറ്ററുകളിൽ ലഭിക്കുന്ന അതേ അനുഭവത്തിൻ്റെ ചെറിയൊരു വേർഷൻ വീട്ടിലിരുന്ന് ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ ഫീച്ചറിൻ്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് ഉപയോഗിക്കാനുള്ള എളുപ്പം എന്നതാണ്. ചിലപ്പോൾ വലിയ ഹോം തിയേറ്റർ സിസ്റ്റം എല്ലായ്പ്പോഴും പ്രവർത്തിപ്പിക്കാൻ നമുക്ക് താല്പര്യമുണ്ടാകില്ല. അത്തരം സമയങ്ങളിൽ TVയുടെ സാധാരണ സ്പീക്കറുകൾ മതിയാകും. അങ്ങനെയൊരു സാഹചര്യത്തിൽ AV റിസീവർ സ്റ്റാൻഡ് ബൈ മോഡിൽ ആണെങ്കിൽ പോലും HDMI പാസ് ത്രൂ പ്രവർത്തിക്കുന്നു. അതായത് AVRുമായി കണക്ട് ചെയ്യപ്പെട്ട പാസ് ത്രൂ സപ്പോർട്ടുള്ള ഒരു പ്ലെയറിൽ നിന്നുള്ള ദൃശ്യം യാതൊരു തടസ്സവും കൂടാതെ TVയിലേക്ക് നേരിട്ടെത്തും. ശബ്ദമാണെങ്കിൽ TVയുടെ സ്പീക്കറുകളിൽ നിന്ന് കേൾക്കുകയും ചെയ്യാം. ഹോം തിയേറ്റർ ഓൺ ചെയ്യാതെ തന്നെ നമുക്ക് കാണേണ്ടത് കാണാം. വയറുകളോ കണക്ഷനുകളോ മാറ്റി ഫിറ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ AVR സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് ഓഫ് ചെയ്തുകൊണ്ട്
സിഗ്നൽ അതേ രൂപത്തിലേക്ക് ടിവിയിലേക്ക് കൈമാറാൻ സാധിക്കുന്നു. ഈ ഒരു സൗകര്യം കാരണം വളരെയധികം വൈദ്യുതി നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഒരു സിഗ്നലിനെ ഒരു ഉപകരണത്തിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ നിലവാരത്തിൽ യാതൊരു കുറവും വരാതെ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. HDMI പാസ് ത്രൂ ചെയ്യുന്നത് സിഗ്നലിൽ യാതൊരു മാറ്റവും വരുത്താതെ അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയിൽ തന്നെ ടിവിയിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇത് ഓരോ പിക്സലിൻ്റെയും ഓരോ ശബ്ദ ഡാറ്റയുടെയും വ്യക്തത ഉറപ്പാക്കുന്നു. നമ്മുടെ കൈവശമുള്ള ഉപകരണത്തിൻ്റെ സ്പെസിഫിക്കേഷനുകൾ പരിശോധിച്ചാൽ ഈ ഫീച്ചർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇതുപോലുള്ള മറ്റു വിഷയങ്ങളുമായി അടുത്ത തവണ കാണാം.